മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവരോട് വളരെ സ്നേഹത്തോടെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, മോനെ നീ അല്ലാഹനെ സൂക്ഷിക്കണേ, തജിദുഹു തുജാഹക, നിനക്ക് റബ്ബിനെ നിന്റെ മുമ്പിൽ കാണാം. യഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹനെ സൂക്ഷിച്ചാൽ അല്ലാഹ് നിന്നെയും സംരക്ഷിക്കും. എന്താണ് ഈ റബ്ബിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? ഇവിടെ റബ്ബിനെ നീ ഹിഫ്ള് ചെയ്യണം, നീ അല്ലാഹുവിനെ നീ യഹ്ഫദില്ലാഹ, നീ റബ്ബിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങളെ, അല്ലാഹുവിന്റെ നിയമങ്ങളെ നീ അറിയണം. അല്ലാഹുവിന്റെ കൽപ്പനകൾ ഏതൊക്കെയാണ്? അവന്റെ അടിമ എന്ന നിലക്ക്, ഒരു മുസ്ലിം എന്ന നിലക്ക് ഞാൻ നിർബന്ധമായി വിശ്വസിക്കേണ്ട വിശ്വാസങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ഏതൊക്കെയാണ്? എന്റെ സ്വഭാവങ്ങളും പെരുമാറ്റ രീതികളും എന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളെയും ഞാൻ ഏതെല്ലാം കൽപ്പനകൾ ശിരസാ വഹിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം? എന്റെ ജീവിതത്തിൽ എന്റെ നാഥൻ എന്നോട് ഏതെല്ലാം അരുതുകൾ പറഞ്ഞിട്ടുണ്ടോ ആ നിരോധങ്ങളിൽ നിന്നെല്ലാം ഞാൻ വിട്ടുനിന്നുകൊണ്ട് അങ്ങനെ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ, കൽപ്പനകളെ ശിരസാ വഹിക്കുകയും നിരോധങ്ങളെ ജീവിതത്തിൽ നിന്ന് സമ്പൂർണമായി മാറ്റി നിർത്തുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്കാണ് റബ്ബ് സ്വർഗം ഓഫർ ചെയ്തിട്ടുള്ളത്. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് ഖാഫിന്റെ അവസാന ഭാഗത്ത് റബ്ബ് പറഞ്ഞ വചനം, വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. സ്വർഗമിതാ മുത്തഖീങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ അടുപ്പിച്ച് നിർത്തപ്പെടുകയാണ്. പരലോകത്ത് മഹ്ശറിലെത്തുമ്പോൾ മുത്തഖീങ്ങളായ ആളുകൾക്കതാ അവരുടെ വിചാരണയെല്ലാം കഴിഞ്ഞ് സ്വർഗമിങ്ങനെ അവരെ കൺമുമ്പിൽ കാണുകയാണ്. സ്വർഗത്തിലേക്ക് അവരെ അടുപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വർഗത്തിന്റെ അടുത്ത് ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറയപ്പെടുകയാണ്, ഹാദാ മാ തുഅദൂൻ, ഇതാണ് നിങ്ങളോട് ഓഫർ ചെയ്യപ്പെട്ട സ്വർഗം, ഇതാണ് മുത്തഖീങ്ങളെ നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം. ഹാദാ മാ തുഅദൂന, ആരോടാണ് ഓഫർ ചെയ്യപ്പെട്ടത്? ലികുല്ലി അവ്വാബിൻ ഹഫീദ് മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ് ഉദ്ഖുലൂഹാ ബിസലാം ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. സ്വർഗത്തിന്റെ അടുത്ത് മുത്തഖീങ്ങൾ പോയി എത്തി ഇങ്ങനെ നിൽക്കുമ്പോ അവരോട് സ്വാഗതം ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് പ്രവേശിച്ചോളൂ, സമാധാനത്തോട് സ്വർഗത്തിലേക്ക് കയറിക്കോ. എന്തേ കാരണം? നിങ്ങൾ ആരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്? ഈ സ്വർഗം അല്ലാഹു ഓഫർ ചെയ്തു കൊടുത്തിട്ടുള്ളത് ആർക്കൊക്കെയായിരുന്നു? ലികുല്ലി അവ്വാബിൻ ഹഫീദ്. അവ്വാബ് എന്ന് പറഞ്ഞാൽ റബ്ബിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്നവർ, അല്ലാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങി എപ്പോഴും ഇസ്തിഗ്ഫാറും തൗബയും ഇങ്ങനെ ജീവിതത്തിൽ കൊണ്ട് നടന്ന് റബ്ബിലേക്ക് തന്റെ പാപത്തിന്റെ കറകൾ കഴുകിക്കളയാൻ വേണ്ടിയുള്ള നൊമ്പരപ്പെടുന്ന മനസ്സുമായി ഒലിക്കുന്ന കണ്ണുനീരുമായി അവൻ റബ്ബിനേക്ക് എല്ലാ അവസരങ്ങളിലും അവനിങ്ങനെ പശ്ചാത്തപിച്ചു മടങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കാണ് ഈ വീടുള്ളത്. പിന്നെ പറഞ്ഞ വാചകമാണ് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നത്. ഹഫീലുകളായ ആളുകൾക്കാണ് സ്വർഗമുള്ളത്. അവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ വളരെ കൃത്യമായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവിടെ ഹഫീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹാഫിളുൻ ലിഹുദൂദിഹി വഅവാമിരിഹി വനവാഹിഹി ബിഹൈസു ലാ യതജാവസുഹാ. ഹഫീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സർവ്വ വിധിവിലക്കുകളെയും അവൻ പഠിച്ചു. റബ്ബിന്റെ ഹുദൂദുകളെ അവൻ നിശ്ചയിച്ചിട്ടുള്ള അതിർത്തികൾ, തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഅതദൂഹാ, ഇതൊക്കെ അല്ലാഹ് നിശ്ചയിച്ച അതിർത്തികളാണ്. ജനങ്ങളെ, അതിർത്തി വിട്ട് കിടക്കരുത്, പരിധി ലംഘിക്കരുത്, നിശ്ചയിക്കപ്പെട്ടതിന്റെ അപ്പുറത്തേക്ക് പോകരുത്, നിശ്ചയിക്കപ്പെട്ടതിന്റെ അപ്പുറത്തേക്ക് നോക്കരുത്, നിശ്ചയിക്കപ്പെട്ടതിന്റെ അപ്പുറത്തേക്ക് കാടുകൾ കൊടുക്കരുത്. ഇങ്ങനെ റബ്ബ് നിശ്ചയിച്ച മുഴുവൻ അതിർത്തികളെയും പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, വഅവാമിരിഹി, അവന്റെ കൽപ്പനകളെ മാനിക്കുന്നവർ, വനവാഹിഹി, അവൻ വിരോധിച്ച കാര്യങ്ങളെയും മാനിച്ചു
പഠിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അവൻ പ്രവർത്തിക്കാതെ ബിഹൈസു ലാ യതജാവസുഹാ, ആ കൽപ്പിച്ച കൽപ്പനകൾ ശിരസാ വഹിക്കുന്നു, വിരോധിച്ച വിരോധനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, അള്ളാഹ് നിശ്ചയിച്ച പരിധികളെ ലംഘിക്കാതെ അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്താ കാരണം? അവൻ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് സഹോദരങ്ങളെ അള്ളാഹ് ഓഫർ ചെയ്യുന്നത് എന്താണ്? യഹ്ഫളുക, യഹ്ഫളുക. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗം കിട്ടുന്നതിന്റെ പുറമെ ഈ ജീവിക്കുന്ന ദുന്യാവിലും അള്ളാന്റെ കാവല് കിട്ടുന്നവരാണ്. റബ്ബിന്റെ കാവല് കിട്ടുന്ന മഹാഭാഗ്യവാന്മാര് ആരാണെന്നോ? അള്ളാനെ സൂക്ഷിക്കുന്നവരെയാണ് അള്ളാഹ് കാവല് തരിക. അള്ളാന്റെ നിയമങ്ങൾ പാലിക്കുന്നവർക്കാണ് റബ്ബ് കാവല് തരിക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സുഖമില്ല, പ്രയാസമാണ്, കഷ്ടപ്പാടുകളാണ്, ബുദ്ധിമുട്ടുകളാണ്. പലപ്പോഴും പലരോടും ഇങ്ങനെ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ സഹോദരന്മാരെ, നമ്മെക്കുറിച്ച് ഏറ്റവും അറിയാവുന്ന അർഹമുർ റഹീമീനായ റബ്ബിന് നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്നവനാണ്. ആ പ്രയാസങ്ങൾ അറിയുന്ന റബ്ബിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തുമ്പോൾ അവൻ തട്ടിക്കളയുന്നുവെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ മോശത്തരങ്ങൾ വരുന്നത് കൊണ്ടല്ലേ? അതുകൊണ്ട് റബ്ബ് ഓഫർ പറയുകയാണ്, നിന്നെ ഞാൻ സംരക്ഷിക്കും, നിനക്ക് എന്റെ കാവലുണ്ടാകും. യഹ്ഫളില്ലാ, തുടർന്നും പറയുന്നു, യഹ്ഫളില്ലാ, അല്ലാഹനെ സൂക്ഷിച്ചോ, തജിദുഹു തുജാഹക, നീ കുടുങ്ങുകയില്ല. നിന്റെ കൺമുമ്പിൽ നിനക്കവനെ കാണാം, അവന്റെ തൗഫീക്ക് നിനക്ക് കിട്ടും, അവന്റെ സഹായം നിനക്ക് കിട്ടും, അതെല്ലാ രംഗത്തും കിട്ടും. വിഷമകരമായ പല സന്ദർഭങ്ങളും മനുഷ്യനുണ്ടാകാറുണ്ട്. ഹക്കും ബാത്തിലും കൂടിക്കലരുന്ന നേരത്ത് ഏതാണ് അല്ലാഹ് ഹക്കെന്നറിയാതെ നട്ടം തിരിയാറില്ലേ? പലരും പറയുന്നു, ആയത്തോതി ഹദീസോതി പലരും സമർത്ഥിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ റബ്ബേ, സത്യമേത് അസത്യമേതെന്നറിയാതെ ഞാൻ കുടുങ്ങിപ്പോകുന്നുവല്ലോ എന്ന വിഷമം കൊണ്ട്, അതുപോലെ തന്നെ പലരെയും തെറ്റിദ്ധരിച്ചു പോകുന്ന, സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായും ഒക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാലഘട്ടം അന്ത്യനാള് അടുക്കും തോറും ലോകത്ത് സംജാതമാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് ഗൗരവത്തോടെ മുസ്ലിം സഹോദരന്മാര് മനസ്സിലാക്കണം. അന്ത്യനാളിന്റെ പല ലക്ഷണങ്ങളും അവിടുന്ന് പറഞ്ഞു, യുസദ്ദഖു ഫീഹൽ കാദിബ്, കളവ് പറയുന്നവന് വലിയ സ്ഥാനം കിട്ടും ലോകത്ത്. അവനായിരിക്കും ജനങ്ങളുടെ കൺമുമ്പിൽ വലിയ സത്യവാനായിട്ട് മുദ്ര കുത്തപ്പെടുന്നത്. അതേ അവസരത്തിൽ സ്വാദിഖീങ്ങൾ യുകദ്ദബു, സത്യം പറയുന്ന ആളുകൾ കള്ളന്മാരായി മുദ്ര കുത്തപ്പെടും. അവര് സമൂഹത്തിൽ പിന്തിരിപ്പന്മാരായി ചിത്രീകരിക്കപ്പെടും. അവര് കുഴപ്പക്കാരായി മുദ്ര കുത്തപ്പെടും. അവര് ഭിന്നിപ്പുണ്ടാക്കുന്നവരായി ചിത്രീകരിക്കപ്പെടും. അങ്ങനെ സത്യവാദികൾക്ക് ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലം വരുമ്പോഴും ആദർശ രംഗത്ത് അടിയുറച്ച് മുന്നേറുവാൻ, സത്യമേത് അസത്യമേതെന്ന് ചാഞ്ചാടാത്ത മനസ്സുമായി ഉറച്ചു നിൽക്കാൻ, നീ അല്ലാഹനെ സൂക്ഷിച്ചാൽ അല്ലാഹന്റെ കാവലുണ്ടാകും. അതാണ് അല്ലാഹ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനാ. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളും മുഴുവനും അത് മനസ്സിലാക്കി വെക്കണം. അല്ലാഹന്റെ നിർദ്ദേശം നോക്കൂ നിങ്ങൾ വിശ്വാസികളെ. ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹന്റെ കൽപ്പനകൾ ശിരസാവഹിച്ച് അല്ലാഹ് കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അവൻ വിരോധിച്ചതിൽ നിന്ന് ജീവിതത്തെ എല്ലാം മാറ്റിവെച്ച് സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടെങ്കിൽ റബ്ബിന്റെ ഓഫറാണ് യജ്അൽ ലക്കും ഫുർഖാനാ. സത്യവും അസത്യവും ഏതെന്ന് കൂടിക്കുഴഞ്ഞ് പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുന്ന കാലത്ത് യഥാർത്ഥമായ ആദർശത്തെ കണ്ടെത്താനും അതിൽ അടിയുറച്ചു നിൽക്കാനുമുള്ള തൗഫീക്ക് നിനക്ക് തരും. അതിന് നീ തഖ്വയോടെ ജീവിച്ചോളണം. തഖ്വയോടെ ജീവിക്കുമ്പോ അതാ ഹിഫ്ള്, അല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോ അല്ലാഹന്റെ കാവല് ആദർശ രംഗത്ത് ഉണ്ടാകും. ആദർശരംഗത്ത് പതറൂല, ആരെങ്കിലും പറയുമ്പോഴേക്കാണ്ട് പിന്നാലെ പോകൂല. അവൻ ഉറച്ചു നിൽക്കും. അവന് കൃത്യമായി അവന് ബോധമുണ്ട്. കാരണം അവൻ പഠിച്ചിട്ടുണ്ട്. റബ്ബ് പഠിക്കാൻ പറഞ്ഞത് അവൻ പഠിച്ചിട്ടുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ പഠിച്ചിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവൻ പഠിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞത് മുഴുവനും ജീവിതത്തിൽ പാലിക്കണമെന്ന വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശത്തെ അവൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിലുള്ള വസ്വാസിന്റെ അലമാലകൾ ആര് കൊണ്ടുവന്നാലും
അവന് ഉറച്ചു നിൽക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാ കാരണം? അത് റബ്ബിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ അള്ളാഹുവിന്റെ കാവൽ നിനക്കുണ്ടാകും. അങ്ങനെ ഏതൊക്കെ സൂക്ഷിക്കാൻ പറഞ്ഞു? ഖുർആനിൽ തന്നെ നമുക്ക് കാണാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കൂ എന്ന് പറഞ്ഞത്. ശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഹഫിളൂ അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. നിങ്ങളൊക്കെ നിസ്കാരങ്ങൾ വളരെ സൂക്ഷിക്കണേ. 5 നേര നിസ്കാരങ്ങൾ, പ്രത്യേകിച്ച് അസർ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഉസ്താ നിസ്കാരം എന്ന് വളരെ ഭക്തിയോടെ നിർവഹിക്കണേ എന്ന നിസ്കാരത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു. ഈ ഇഹ്ഫളില്ലാഹ് എന്ന നിർദ്ദേശത്തിൽ എന്തെല്ലാം പെടും സുഹൃത്തുക്കളെ? സ്വർഗം ലഭ്യമാകുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞില്ലേ, വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. അവരുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ഒക്കെ അവർ പാലിക്കും. അതോടൊപ്പം തന്നെ ഒരു വലിയ തൗഫീഖ് അവന് ലഭ്യമാവുകയാണ്. എന്താ? വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. അവരുടെ ലൈംഗിക അവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതാണ് മറ്റൊന്ന് സൂക്ഷിക്കേണ്ടത്. കണ്ണ് സൂക്ഷിക്കണം, കാത് സൂക്ഷിക്കണം. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. എല്ലാം ചോദിക്കപ്പെടും. നിന്റെ കണ്ണ്, കാത്, ഹൃദയം എല്ലാം നീ ശ്രദ്ധിച്ചോളണം. അള്ളാഹനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു വിരോധിച്ചിടത്തേക്ക് നിന്റെ കണ്ണുകൾ പായരുത്, നിന്റെ കാതുകൾ കൊടുക്കരുത്, നിന്റെ ഹൃദയത്തിൽ ചീത്ത വിചാരവികാരങ്ങൾക്ക് ഇടം നൽകരുത്, ചീത്തയായ സദസ്സുകളിലേക്ക് നീ നടന്നടുക്കരുത്, ചീത്തയായ മേഖലകളിലേക്ക് നീ അടുത്തു പോകരുത്, റബ്ബ് നിശ്ചയിച്ച അതിർത്തികൾ ലംഘിക്കരുത്. അങ്ങനെ നീ റബ്ബിനെ സൂക്ഷിച്ചു ജീവിച്ചാൽ റബ്ബിന്റെ കാവൽ നിനക്ക് ലഭ്യമാകും. അതല്ലേ പ്രത്യേകം ആ രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ യളമൻ ലീ മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അളമൻ ലഹുൽ ജന്ന. 2 താടിയല്ലുകൾക്കിടയിലുള്ളതിനെയും 2 കാലുകൾക്കിടയിലുള്ളതിനെയും ആരെങ്കിലും സൂക്ഷിച്ചു ജീവിക്കാമെന്ന് എന്നോട് ജാമ്യം നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് മുഖേന അളമൻ ലഹുൽ ജന്ന, സ്വർഗത്തിന് ഞാൻ അവനും ജാമ്യം നിൽക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രംഗത്തുമുള്ള സൂക്ഷ്മത, കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, നാവ് കൊണ്ട് അനുവദിക്കപ്പെടാത്തത് പറയാതെ, അശ്ലീലം സംസാരിക്കാതെ, ഗീബത്തുകളിൽ ഏർപ്പെടാതെ, പരദൂഷണങ്ങളിൽ ഏർപ്പെടാതെ, മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാതെ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ, കണ്ണു കൊടുക്കാതെ, അതുപോലെ തന്നെ ഹറാമായ രൂപത്തിൽ സമ്പാദിക്കാതെ, ഹറാമിലേക്ക് ധനം ചെലവഴിക്കാതെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യാ അയ്യുഹന്നാസ്, വിശ്വാസികളെ, കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബാ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് ഹലാലും ത്വയ്യിബുമായത് ഭക്ഷിക്കണേ. ഹലാലായതേ ഭക്ഷിക്കാവൂ. ഭക്ഷിക്കുന്നത് ഹലാലായിരിക്കണം. അഥവാ എനിക്കത് കിട്ടിയത് ഞാൻ കഴിക്കൽ എനിക്ക് അനുവദനീയമാണോ? ത്വയ്യിബായിരിക്കണം. ഖബീസ് ഒഴിവാക്കണം. എല്ലാ അർത്ഥത്തിലും എന്ന് മഹാനായ റബ്ബുൽ ആലമീൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോ അല്ലാഹ് ഏതെല്ലാം മേഖലകളിൽ നമ്മോട് അവന്റെ അതിർത്തികൾ ലംഘിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കലാണ് അവർക്ക് മാത്രമാണ് സ്വർഗം ലഭ്യമാവുക എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. എവിടെയായിരുന്നാലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എവിടെയാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കണം. അതൊരു വല്ലാത്തൊരു വാക്കാണ് സഹോദരങ്ങളെ. ആ ഒരൊറ്റ പദം എത്ര സമയം നമ്മൾ നെഞ്ചിലേറ്റണം എന്ന് ആലോചിക്കൂ. നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്തേ അങ്ങനെ പറയാൻ? നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്ക്. ജുമഅക്ക് വന്ന് ഖുത്ബ കേൾക്കുമ്പോൾ, ഖുത്ബ പറയുമ്പോൾ ഒരു തഖ്വ, പള്ളിയിൽ നിസ്കാരത്തിന് എത്തുമ്പോൾ ഒരു സൂക്ഷ്മത, പള്ളി വിട്ടാൽ മറ്റൊരു ജീവിതം, വീട്ടിലെത്തിയാൽ വേറൊരു ജീവിതം, വീട്ടിൽ തന്നെയും കുടുംബ മെമ്പർമാർക്കിടയിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട് തന്റെ സ്വകാര്യതയുടെ നിമിഷങ്ങളിലാകുമ്പോൾ മറ്റൊരു ജീവിതം, അതുപോലെ തന്നെ ഓഫീസിലെത്തിയാൽ അവിടെയുള്ള മറ്റു തൊഴിലാളികൾക്കിടയിൽ ജീവിക്കുമ്പോൾ മറ്റൊരു ജീവിതം, സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന മാർക്കറ്റിൽ നിൽക്കുന്ന അവസരത്തിൽ മറ്റൊരു ജീവിതം, കച്ചവടക്കാരനും ബിസിനസ്സുകാരനുമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ജീവിതം, യാത്രയിലായിരിക്കെ
ഫ്ലൈറ്റിലോ കാറിലോ ബസ്സിലോ ഒക്കെ ആയിരിക്കെ മറ്റൊരു ജീവിതം, യാത്ര ചെയ്ത് വിദേശത്തെത്തി ആരുമില്ലാത്തൊരു കേന്ദ്രത്തിൽ പരിചിതരല്ലാത്ത ഒരാൾക്കൂട്ടത്തിനിടയിൽ നീ പെട്ടുപോകുമ്പോ മറ്റൊരു ജീവിതം. ഇങ്ങനെ എത്രയെത്ര ജീവിതങ്ങളാ സഹോദരങ്ങളെ നമുക്കുണ്ടായിത്തീരാറുള്ളത്. ഇതുകൊണ്ടാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിനക്കൊറ്റ ജീവിതമേ ഉണ്ടാകാവൂ, ഒറ്റ ജീവിതമേ ഉണ്ടാകാവൂ. എവിടെയാണെങ്കിലും നീ അല്ലാഹനെ സൂക്ഷിച്ചോളണം. എവിടെയാണെങ്കിലും നിന്നെ ആളുകൾ കാണട്ടെ, കാണാതിരിക്കട്ടെ, നിന്റെ ബാപ്പയും ഉമ്മയും കുടുംബവും നിന്നെ ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കാതിരിക്കട്ടെ, നീ നിന്റെ നാട്ടുകാർക്കും പരിചയക്കാർക്കും ഇടയിലാവട്ടെ, അപരിചിതർക്കിടയിൽ പ്രവാസ ലോകത്താവട്ടെ, എവിടെയാണെങ്കിലും അല്ലാഹ് എപ്പോഴും ഒരുവൻ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, റബ്ബ് നിങ്ങളുടെ മേൽ എപ്പോഴും നിരീക്ഷകനായിട്ടുണ്ട്. ആ ബോധത്തോടെ റബ്ബിന്റെ നിയമാവലികളെ കാത്തു സൂക്ഷിക്കണം എന്നാണ്. എല്ലാ രംഗത്തും ആ സൂക്ഷ്മത വേണം. ആ കൃത്യമായ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ കാവൽ അവൻ നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ സൂക്ഷിക്കുന്നവർക്കാണ്. അതുകൊണ്ട് അള്ളാന്റെ കാവൽ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും മുകളിലും താഴെയും ഒക്കെ നമുക്ക് കിട്ടണം. അതിന് നമ്മൾ പ്രാർത്ഥിക്കാറുമുണ്ട്. അതിന് അള്ളാഹ് നിശ്ചയിച്ച മാർഗത്തെയും നമ്മൾ പിന്തുടരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആയിൽ നമുക്ക് കേൾക്കാം. ഇവിടുന്ന് പ്രാർത്ഥിച്ചു, اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن نغتال من تحتي. അല്ലാഹുവേ, നീ എനിക്ക് കാവൽ തരണേ, എന്റെ മുന്നിൽ നിന്ന്, എന്റെ പിന്നിൽ നിന്ന്, വലതുവശത്തിൽ നിന്ന്, ഇടതുവശത്തിൽ നിന്ന്, മുകളിൽ നിന്നും. വഅഊദു ബിഅളമതിക, നിന്റെ മഹത്വത്തെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അന്നുഗ്താല മിൻ തഹ്തി, എന്റെ താഴ്ഭാഗത്ത് നിന്ന് ഞാൻ ദ്രോഹിക്കപ്പെടുന്നതിൽ നിന്നും. എല്ലാ അർത്ഥത്തിലുമുള്ള ഹിഫ്ള് കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് നമ്മൾ ചോദിച്ചു. അള്ളാഹുവിനോട് ചോദിക്കുമ്പോ അതിനാ പ്രാർത്ഥനക്ക് നമുക്ക് ആ പ്രാർത്ഥന ഫലവത്തായി തീരണമെങ്കിൽ അള്ളാഹ് പറഞ്ഞ ഉപാധി പാലിക്കണ്ടേ സഹോദരങ്ങളെ? അള്ളാന്റെ കാവൽ തരാമെന്നാ അള്ളാഹ് പറയുന്നത്. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എല്ലാ രംഗത്തും നിനക്ക് കാവൽ തരാം. നീ ഒരിക്കലും കുഴങ്ങില്ല, നിനക്കെന്റെ കാവൽ ഉണ്ടാകും. നിനക്ക് നിന്റെ കൺമുമ്പിൽ എന്നെ കണ്ടെത്താനാകും. അതിനൊക്കെയും അള്ളാഹ് പറയുന്നത് യഹ്ഫളില്ലാഹ്, അള്ളാഹ് നിശ്ചയിച്ച നിയമങ്ങളെ നീ പാലിച്ചോ. നമ്മളൊക്കെ സ്വന്തത്തോട് ചോദിക്കണം. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടാവുമ്പോ എന്തേ എനിക്ക് ഇങ്ങനെ വരുന്നത് എന്ന് പറയുമ്പോ നമ്മൾ ചിന്തിക്കണം, എന്റെ ജീവിതത്തിൽ എന്തോ തകരാറുണ്ട്, എവിടെയോ പ്രശ്നങ്ങളുണ്ട്, എവിടെയോ ഞാൻ ലംഘിക്കുന്നുണ്ട്, എവിടെയോ ഞാൻ അതിർത്തി വിട്ട് കിടക്കുന്നുണ്ട്, അതുകൊണ്ടാ പലപ്പോഴും എനിക്ക് കാവല് കിട്ടാതെ പോകുന്നത് എന്ന് സ്വന്തത്തെ കുറ്റപ്പെടുത്തണം. സ്വന്തത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് മനസ്സ് നൊമ്പരപ്പെടണം. അപ്പോഴാണ് ഈ ഇനാബത്തിയിലുള്ള അള്ളാഹ് പറഞ്ഞ അവ്വാബ് എന്ന് പറയുന്ന അവനിലേക്ക് ധാരാളം ഖേദിച്ചു മടങ്ങുന്ന ഒരു പാപിയാണല്ലോ ഞാനെന്ന ബോധമുണ്ടായിട്ട് റബ്ബിലേക്ക് അങ്ങനെ ധാരാളമായി അവ്വാബാകാൻ കഴിയുന്നത് എപ്പോഴാണ്? ഹഫീളാകുമ്പോ. ഹഫീളും ഹാഫിളും വ്യത്യാസമുണ്ട്. ഹഫീൾ ധാരാളമായി അള്ളാന്റെ കൽപ്പനകളും നിയമങ്ങളും ഒക്കെ അവൻ പാലിച്ചുകൊണ്ട് ജീവിക്കും. നല്ല സൂക്ഷ്മതയുള്ളവൻ, നന്നായി റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവൻ, അവർക്കാണ് അള്ളാന്റെ കാവലുണ്ടാകുന്നത്, അവർക്കാണ് അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നത്. ഇത് നമ്മൾ നമ്മെ പഠിപ്പിക്കണം. നമ്മുടെ കുടുംബത്തെ പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം, ബന്ധപ്പെട്ടവരെ പഠിപ്പിക്കണം. അപ്പോഴേ മക്കളെ, കുടുംബമേ, സമൂഹമേ, ജനങ്ങളെ, റബ്ബിന്റെ കാവൽ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരെ റബ്ബ് സ്നേഹിക്കുമെന്നല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കൃത്യമായ അറിയിപ്പായിക്കൊണ്ട് ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിച്ചത്. എന്റെ അടിമ എന്നിലേക്ക് നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്ര എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം വേറെയില്ല. അങ്ങനെ അവൻ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, സുന്നത്തുകൾ അവൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ അവന്റെ കണ്ണും കാതും കയ്യും കാലും ഒക്കെ പിന്നെ ഞാനായിത്തീരും എന്ന് പറഞ്ഞാൽ അവന്റെ സർവ്വവയവങ്ങൾക്കും റബ്ബിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. പിന്നെ ആ കണ്ണ് അള്ളാഹ്ക്ക് വെറുപ്പുള്ളതിലേക്ക് നോക്കൂല, അള്ളാന്റെ കാവല് കിട്ടും. ആ കാതുകൊണ്ട് പിന്നെ അള്ളാഹ് വെറുപ്പുള്ളത് കേൾക്കൂല, റബ്ബിന്റെ കാവല് കിട്ടും. ആ കൈ പിന്നെ ഹറാമ് സ്പർശിക്കൂല, റബ്ബിന്റെ കാവല് കിട്ടും. ആ കാലുകൾ പിന്നെ നിഷിദ്ധമായ സദസ്സിലേക്കോ കേന്ദ്രങ്ങളിലേക്കോ ചലിക്കില്ല, റബ്ബിന്റെ കാവല് കിട്ടും. എല്ലാ അർത്ഥത്തിലും റബ്ബിന്റെ കാവല് കിട്ടും. എപ്പോൾ? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ.
അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മൾ കൃത്യമായി എന്താണ് അള്ളാഹു നിശ്ചയിച്ച ഹുദൂദുകൾ, ആ ഹുദൂദുകൾ പാലിക്കുന്ന എന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത്. ഇതിന് മുന്നോടിയായി കുറെ സ്വഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തായിബൂൻ അൽആബിദൂൻ എന്നൊക്കെ പറഞ്ഞ ആയത്തിന്റെ അവസാന ഭാഗത്താ പറയുന്നത് സൂറത്തു തൗബയിൽ വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ് വബശ്ശിരിൽ മുഅ്മിനീൻ വബശ്ശിരിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളോട് സന്തോഷ വാർത്ത അറിയിക്കൂ. ആ മുഅ്മിനീങ്ങളിൽ പെടാൻ സഹോദരങ്ങളെ നമുക്ക് സാധ്യമാകണമെങ്കിൽ അല്ലാഹു പറഞ്ഞ ഈ ഉപാധി നമ്മൾ പാലിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് സർവ്വലോക പരിപാലകനായ റബ്ബ്. അവൻ നിശ്ചയിച്ച അതിർത്തികൾ ഒരിക്കലും ലംഘിക്കാതെ അവൻ നിശ്ചയിച്ചിട്ടുള്ള യഥാർത്ഥമായ സത്യവിശ്വാസത്തിലും തഖ്വയിലും ജീവിതത്തെ കൃത്യമായി പിടിച്ചു നിർത്തുവാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്ന, അതിനുവേണ്ടി സദാ പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി സ്വർഗാവകാശികളാക്കി അവൻ നമ്മെ ഉയർത്തി തരുമാറാകട്ടെ.